ഹായ് നമസ്കാരം. മേമലക്കാരൻ ബൈജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഏലപ്പാറ ഭാഗത്തോട്ട് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത്. മേമലയ്ക്ക് തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. ഏലപ്പാറ ടയർ കടയുടെ മേളിൽ മുതൽ നമ്മുടെ ഈ മെയിൻ റോഡ് അത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണണം. കാരണം എന്നറിയോ, ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഈ സംഭവം ഈ വാർത്ത എത്തുവാൻ വേണ്ടി തന്നെയാണ്. നമ്മുടെ ഈ പ്രദേശത്തൊക്കെ വേസ്റ്റുകൾ ഈ നിറഞ്ഞിട്ടു. കാരണം പറഞ്ഞാൽ മറ്റ് മാലിന്യങ്ങൾ സകലമായ സാധനങ്ങൾ ഇത് കാരണം കണ്ടമാനം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ട്. അത് ഈ ബൈക്കിൽ യാത്ര ചെയ്യുന്നു കാൽനട യാത്രക്കാർക്ക് ദുർഗന്ധം ഭയങ്കര മിഷ്ടമാണ്, ബുദ്ധിമുട്ടാണ്. പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏകദേശം. കാരണം ഇവിടെ ഇപ്പം മൃഗങ്ങളുടെയൊക്കെ ശല്യങ്ങളാന്ന് പറഞ്ഞ് പല സോഷ്യൽ മീഡിയയിലൊക്കെ പല വീഡിയോകളൊക്കെ വരുന്നുണ്ട്. എന്താ ഈ വേസ്റ്റുകളൊക്കെ കഴിക്കാൻ വേണ്ടി തന്നെ ഈ മൃഗങ്ങൾ റോഡിലൂടെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് സഞ്ചാരം യോഗ്യതമല്ലാത്ത രീതിയിൽ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പം അതിന് മുന്നൊരുക്കമായിട്ട് ഈ ഇന്നലെ അവിടെ 2 പട്ടി ചെത്ത് കിടന്നായിരുന്നു. ഏകദേശം പട്ടി കിടന്നപ്പോൾ ഇന്ന് അതിന് പഞ്ചായത്ത് അധികൃതർ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അത് മറവ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല ഈ റോഡ് സൈഡ് മൊത്തം ഈ കാട് പടലങ്ങൾ കൂടി കിടക്കുന്നതുകൊണ്ട്, അതായത് കാട് പടലങ്ങൾ റോഡിലോട് കവിഞ്ഞ് കിടക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ വേസ്റ്റ് ഞാൻ പറഞ്ഞു വരുന്നൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ വേസ്റ്റ് ബോക്സുകൾ നിങ്ങൾ ഒന്ന് ഈ പഞ്ചായത്ത്, അതായത് മേമലയ്ക്ക് തൊട്ട് താഴെ പീരുമേടും ഇതിന് തൊട്ട് താഴെ ഏലപ്പാറയും രണ്ടുപേരും ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ വേസ്റ്റ് ബോക്സ് അത്യാവശ്യം ഈ പ്രദേശത്ത് കൊണ്ടുവയ്ക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ CC ക്യാമറ വല്ലതും വയ്ക്കുകയാണെങ്കിൽ ഈ വേസ്റ്റുകൾ കൊണ്ടിടുന്നവരെ നിങ്ങൾക്ക് അവർ നിയമത്തിൻ്റെ മുമ്പിൽ എത്തിക്കാൻ പറ്റും. അതൊരു ഒരു ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ നാട്, കാരണം പ്രത്യേകിച്ച് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ് മേഖലയാണ്. അനവധി വിനോദസഞ്ചാരികളും പുറത്തിരുന്ന് വരുന്നവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു പുച്ഛമായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ഇടപെടൽ അത്യാവശ്യം ഇപ്പം അനിവാര്യമാണ്. അപ്പം ഇനി വരുന്നത് ഓണക്കാലമായതുകൊണ്ട് അവധിക്കാലമായതുകൊണ്ട് അനേക സ്നേഹിതർ ഇവിടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഏലപ്പാറ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യൂ പോയിന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത് ഒന്ന് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഈ കാടുപടലങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യുക, പിന്നെ ഈ വേസ്റ്റുകളൊക്കെ മാറ്റുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക. മറ്റൊന്ന് എടുത്തു പറയുന്ന കാരണം എന്നറിയോ, ഇത് നമ്മുടെ എസ്റ്റേറ്റ് മേഖലയിൽ ഈ റോഡ് സൈഡ് ഈ റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം എസ്റ്റേറ്റ് ടൈഫോയിഡ് എസ്റ്റേറ്റ് ഭാഗമാണ്. ഈ വേസ്റ്റുകൾ കാരണം ഇവിടെ കൊണ്ടമാനം കൊണ്ട് ചാടിച്ചിരിക്കുകയാണ്. നാറ്റമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും അപ്പനമ്മമാരൊക്കെ പണിയുന്നത് ഈ പ്രദേശത്താണ്. ഇവിടെ നിന്നാണ് ഈ പണിയെടുത്ത് നമ്മുടെ പിള്ളേരെ കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കാനും പോറ്റുവാനായിട്ടൊക്കെ ഇരിക്കുന്നത്. ഈ വേസ്റ്റുകളൊക്കെ ഇടുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ മാതാപിതാക്കളും ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളൊക്കെയാണ് ഇവിടെ പണിയുന്നത്. അത് അവർക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടാകും, പകർച്ചവ്യാധി ഉണ്ടാകും, ശാരീരിക ബലഹീനത ഉണ്ടാകും. ഇതൊക്കെ മനസ്സിലാക്കി ഈ വേസ്റ്റുകൾ ഇടുന്നവരൊന്ന് സഹകരിക്കുകയാണെങ്കിൽ വളരെ ഉപയോഗമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സംവിധാനം മറവ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുക.